ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു തിരുവോണ ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വാർത്തകളിലേക്ക് കടക്കാം. ഇന്ന് വാർത്തകൾക്ക് ഒരു പഞ്ഞമില്ല. ഓണമൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ആ, നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹാപ്പനിങ്സ് ഉണ്ട്. ഒരുപാട് ഹാപ്പനിങ്സ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹാപ്പനിങ്സ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള അന്റോണിയോ കോസ്റ്റയെയും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഉർസുല വോൺ ഡെർ ലേനെയും വിളിച്ചിട്ടുണ്ട്. ഒരു രഹസ്യ ഫോൺ സംഭാഷണമാണെന്ന് പറയുന്നത്. അത് രണ്ടുപേരെയും തനിയെ വിളിച്ചു. പിന്നെ ഈ രണ്ടുപേരെയും കോൺഫറൻസ് കോളിലോട്ട് വിളിച്ചു. എന്താണ് അവർ സംസാരിച്ചതെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോ നമ്മുടെ നാഷണൽ മീഡിയാസും ഇന്റർനാഷണൽ മീഡിയാസും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിലെ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ട് അതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അവരിപ്പോഴും പീഡനം മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട ഇതിലെ കാര്യം എന്ന് പറയുന്നത്, ഇവര് ചർച്ച ചെയ്തത് വെൽക്കംഡ് പ്രോഗ്രസ് ഇൻ ട്രേഡിനെ കുറിച്ച് ഇവർ ചർച്ച ചെയ്തിട്ടുണ്ട്. ടെക്കിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, സ്വാഭാവികം. ഡിഫൻസ് ആൻഡ് സപ്ലൈ ചെയിൻ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. റീഅഫേംഡ് ഏർലി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ FTA, അതായത് ഒരു ഫ്രീ ട്രേഡ്, അതും യൂറോപ്യൻ യൂണിയന്റെ ഒരു ഫ്രീ ട്രേഡിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം ഒരു ഡിസ്കസ്ഡ് യുക്രൈൻ എന്ന് പറയുന്നുണ്ട്. യുക്രൈനെ കുറിച്ച് അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം, കഴിഞ്ഞ ദിവസം ട്രംപ് വലിയൊരു ഒരു ഭീഷണിയല്ല, ഒരു മുന്നറിയിപ്പ് റഷ്യക്ക് കൊടുത്തു എന്നുള്ള വാർത്ത നമ്മൾ പറഞ്ഞതാണ്. ഇനി നേരിട്ട് കളത്തിലിറങ്ങും, ഇനി ഇങ്ങനെയൊന്നും ഇരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്ന് ഇയാൾ പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് നരേന്ദ്രമോദി ഈ യൂറോപ്യൻ യൂണിയൻ നേതാക്കളെയൊക്കെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നത്, ഇറ്റ്സ് എ മിയർ അസംഷൻ, ബട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണല്ലോ, യൂറോപ്പ് 467 ബില്യൺ ആണ് അവരുടെ ഡിഫൻസ് സെക്ടറിലോട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് ഗവേഷണം നടത്തുന്നു. അവർ അമേരിക്കയുടെ ആയുധങ്ങളും കൊണ്ടൊന്നും ഇനി ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്വയം ആയുധങ്ങൾ വികസിപ്പിക്കണമെന്ന് പറയുന്നു. ജർമ്മനിയൊക്കെ യുക്രൈന് കൊടുക്കാനുള്ള ടാങ്കുകൾ ഉണ്ടാക്കാൻ വോക്സ്വാഗൺ കമ്പനി ഒക്കെ തന്നെ ജർമ്മൻ സർക്കാർ അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോലെ തന്നെ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിട്ടുണ്ട്, യുദ്ധം ഉണ്ടാകും, ഉറപ്പായിട്ടും അടിക്കുമെന്ന് പറയുന്നുണ്ട്. പുടിനാണെങ്കിൽ നിർത്താൻ ഒരു ഉദ്ദേശവുമില്ല. ഈ സാഹചര്യത്തിൽ യൂറോപ്പിനെ റഷ്യ അടിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ റഷ്യ അടിക്കുമ്പോൾ ആ അടി ഒഴിവാക്കാനുള്ളൊരു പാലമായിട്ട് നരേന്ദ്രമോദി വർത്തിക്കുന്നു എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇത് എന്റെ അസംശയം മാത്രമല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതുന്നുണ്ട്. കാരണം ന്യൂഡൽഹിയിലൂടെ മാത്രമേ ലോകസമാധാനം ഉണ്ടാകൂ എന്ന് കൃത്യമായി അമേരിക്ക പോലും പറഞ്ഞിട്ടുണ്ട്. ന്യൂഡൽഹി എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയോട് മാത്രമേ ഉണ്ടാവൂ. ഇപ്പോ പുടിൻ അവിടുത്തെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ റഷ്യയിൽ താരിഫ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ താരിഫ് ചുമത്തിയിരിക്കുന്നത് ഈ യുദ്ധം നിർത്താനാണ്. നമുക്ക് വേറൊരു വഴിയും അറിയില്ലായിരുന്നു, വേറൊരു വഴിയും കണ്ടില്ല. ഇതില് ഈ യുദ്ധം നിർത്താനായിട്ട് താരിഫ് ചുമർത്തുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഇന്ത്യ നമ്മുടെ പരിധിക്ക് വരുമെന്നാണ്. പക്ഷെ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഇറ്റ് ഈസ് നോട്ട് റഷ്യ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ചൈന. ഒരു രണ്ടുപേരും അല്ല പ്രശ്നക്കാര്. വേറൊരു പ്രശ്നക്കാരൻ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്, നമ്മളിത് നോട്ടീസ് ചെയ്യാതെ വിട്ടു. അത് ഇന്ത്യയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ട്രംപിന്റെ ഈ പറച്ചിൽ കേട്ടിട്ട് അവിടെയുള്ള ഹെൽത്ത് സെക്രട്ടറി RFK ജൂനിയർ, US ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞത്, അമേരിക്ക ഇപ്പോൾ ഒരു സിക്ക് നേഷനായിട്ട് വളർന്നു വരികയാണ്, അസുഖം പിടിച്ച ഒരു രാജ്യമായിട്ട് വളർന്നു വരികയാണെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ സംഭവമാണ് ഇപ്പൊ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ട്രംപ് ആണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയുമായിട്ട് സഹകരിക്കരുത്, റഷ്യയുമായിട്ട് സഹകരിക്കരുത്, ഞാൻ സമ്മർദ്ദം ചെലുത്തുന്നത് പോലെ നിങ്ങൾ മാക്സിമം ഇന്ത്യയെ സമ്മർദ്ദം ചെലുത്തണം എന്ന് ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും ഒരു പുല്ലുവില കൽപ്പിക്കുന്നില്ല. അവര് നരേന്ദ്രമോദിയുടെ ഒരു കോള് കാത്തിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ. പോരാത്തതിന് ഇന്നലെ അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു 100 ബില്യന്റെ ഇന്ത്യൻ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ പാക്ട് ഒക്ടോബർ 1 അല്ലെങ്കിൽ 1-നകം ഒപ്പിടും എന്ന് കേൾക്കുന്നു. 100 ബില്യൺ ഇൻവെസ്റ്റ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ട് അതിനകത്ത്. 15 വർഷത്തിനകം 100 ബില്യൺ ഇങ്ങോട്ടേക്ക് ഒഴുകും. 1 മില്യൺ ജോബ്സ് ക്രിയേറ്റഡ് ആകും ഇന്ത്യയിൽ മാത്രം. ഈ EFTA എന്ന് പറയുന്ന അതിന്റെ മെമ്പേഴ്സ് ഐസ്ലാൻഡ്, ലീഷൻഷൈൻ, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഇവർ ഇത്രയും പേരുണ്ട് എന്ന് കേൾക്കും. ഇത് വലിയൊരു കാര്യമാണ്. ഇതിന്റെയൊക്കെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയാണോ എന്ന് പറഞ്ഞു തരണം, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ട്രംപിന്റെ കയ്യിലല്ല ഒരു കാര്യങ്ങളും. ട്രംപിനെ വേണ്ട നാട്ടുകാർക്ക്. കാരണം അയാൾ പറയുന്നതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ഓരോ ആൾക്കാർ ചെയ്യുന്നത്. അങ്ങനെ ലോക
ലോകം മാറിയോ? അങ്ങനെ ലോകം മാറി വരുന്നുണ്ടോ? എന്താണ്? ധനുഷിന്റെ പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെ ആയി ആ. വരുന്നുണ്ടോ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മുൻകാലങ്ങളിലൊക്കെ ഈ അമേരിക്ക ഒരു ഡിസിഷൻ എടുക്കുകയും അതിനോടൊപ്പം നിൽക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് വെറും ഒരു ഓർഡർ കൊടുത്താൽ മതിയായിരുന്നു. അതാ ഉം. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ആ രാജ്യവുമായിട്ട് കച്ചവടം വേണ്ട, നിങ്ങൾ അവിടുന്ന് എണ്ണ വാങ്ങരുത്, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞ കുറെ രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഉം. രാജ്യങ്ങൾ മുമ്പ് ചിലപ്പോൾ ഒളിച്ചും പാത്തും ഒക്കെ അത് ചെയ്തിരുന്നുണ്ട്, കേട്ടിരുന്നു. ഉം. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തും കാണിച്ചാൽ നിങ്ങളെല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ ചലിക്കണം എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അമേരിക്കയുടെ. അതിന് അവരെ പ്രാപ്തമാക്കിയത് അവരുടെ സൈനിക ബലം മാത്രമായിരുന്നില്ല, അവരുടെ സാമ്പത്തിക ബലം കൂടിയായിരുന്നു. ഈ രാജ്യങ്ങൾക്ക് ഫണ്ട് നൽകുക, ഒപ്പം തന്നെ IMF പോലെയുള്ള ബാങ്കുകൾ വഴി മറ്റ് രാജ്യങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾക്ക് തടസ്സം നിൽക്കാതിരിക്കുക, അങ്ങനെ ഒരുപാട് ഗുണമുണ്ട്. പൈസയാണല്ലോ എല്ലാ രാജ്യത്തിനും വലുത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വിചാരിക്കും അങ്ങേരെ പിണക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നവരുണ്ട്. ഈ അവസരം അമേരിക്ക നന്നായി മുതലെടുത്തിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും അമേരിക്ക അവരുടെ സൈനിക താവളം ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നതും ഈ മറ്റു രാജ്യങ്ങളുടെ ഗതികേടിൽ നിന്നും ചൂഷണം ചെയ്തിട്ട് തന്നെയാണ്. അവരൊരു കോളനി തന്നെയാണ് അവിടെ എല്ലായിടത്തും സ്ഥാപിച്ചിരിക്കുന്നത്. അമേരിക്ക ഒരു കോളനിവൽക്കരണം പലയിടത്തും നടത്തിയിട്ടുണ്ട്. പക്ഷെ കാലം മാറി മാറി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ക്രമം തന്നെ മാറി. ഇന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ പോലും ട്രംപിന് ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ വില കൊടുക്കാത്ത ഒരു കാലം. പിന്നെ അവർക്കും വലിയ ഗതികേടാണ് യൂറോപ്യൻ കൺട്രീസിനെ സംബന്ധിച്ച്. കാരണം അവര് ഈ കാലാകാലങ്ങളായി അമേരിക്കയുടെ ഒരു തണലിൽ പറ്റി മുമ്പോട്ട് പോവുകയായിരുന്നു. അവർക്കും ഇനി എത്ര കാലം ഇങ്ങനെ പോകാൻ പറ്റുമെന്നൊരു ഉറപ്പില്ല. കാരണം ട്രംപിനെ കണക്കുള്ള ഭരണാധികാരികൾ വന്നപ്പോഴേക്കും അവർക്കെല്ലാം സംശയമായി. ഇപ്പൊ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചു, നാറ്റോയുടെ മേധാവി യൂറോപ്യൻ യൂണിയന്റെ മേധാവി ഈ യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾ അമേരിക്കയെ നോക്കി ഇരിക്കരുത് ആയുധങ്ങളുടെ കാര്യത്തിൽ, എല്ലാവരും ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തണം. നിങ്ങളുടെ ഒരു പ്രതിരോധ ബഡ്ജറ്റ് കുറഞ്ഞ പക്ഷം 2.5% എങ്കിലും നിങ്ങൾ കൂട്ടണം. കാരണം എല്ലാ അമേരിക്കയുടെ കയ്യിൽ നോക്കിച്ചാൽ അവരുടെ അമേരിക്കയുടെ ആയുധങ്ങളാണ് ഇവരുടെ കയ്യിലെല്ലാം അമേരിക്ക കൊടുക്കുന്നത്. അതിനുള്ള പൈസ ഇവർ പതുക്കെ പതുക്കെ വസൂലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി അവിടെ നിന്നും ആയുധം വരാനുള്ള സാധ്യതകൾ കുറവാണ്. ചിലപ്പോൾ ഇനി നാളെ അങ്ങനെയും വന്നേക്കാം. ഇല്ലെങ്കിൽ അവർ എത്രത്തോളം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക്, അതായത് എന്താ പറയുന്നത്, ഒരു വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ കുറഞ്ഞ പക്ഷം ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക്. എന്തുകൊണ്ടാണ് ഇന്ത്യ എല്ലാ രാജ്യങ്ങളും വിളിക്കുന്നതും എന്തുകൊണ്ടാണ് ഇന്ത്യയുമായി എല്ലാ രാജ്യങ്ങളും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും വേണ്ട ഒരു കാര്യം നമുക്കുണ്ടൊരു നല്ല ക്വാളിറ്റി, അതാണ് വിശ്വാസ്യത. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യം എന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ട്. ഇസ്രായേലിലെ പ്രധാനമന്ത്രി കുറച്ചു നാൾക്ക് മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഈ സംഘർഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു 100 റോഡിന്റെ പണി ഇന്ത്യക്കാണ് നൽകുന്നത്. അപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇന്ത്യക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവരുടേതാണ് ഞങ്ങൾക്ക് ഏറ്റവും വിശ്വാസത, ഗ്യാരണ്ടി ആണ് എന്ന് പറഞ്ഞു. റഷ്യ പറയുന്നു ഗ്യാരണ്ടീഡ് ആണ് അവരെന്ന് പറയുന്നു. ബ്രസീൽ പറയുന്നു. എല്ലാ രാജ്യങ്ങളും ഒരേ സ്വരത്തിലാണ് പറയുന്നത് വിശ്വാസത. ഇന്നലെ ഞാൻ നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ പറഞ്ഞു, ജർമ്മൻ വിദേശകാര്യമന്ത്രി 2 ദിവസമായിട്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട്, S ജയശങ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം അത് പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. വിശ്വാസ്യതയുള്ള രാജ്യമാണ് ഇന്ത്യ, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരുമായി കരാറുകൾ ഒപ്പുവെക്കുന്നത്. അവരുമായിട്ട് ഇപ്പോൾ ഒരു ഫ്രീ ട്രേഡിംഗ് കരാർ ഫൈനൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ഫ്രീ ട്രേഡിംഗ് കരാറിന് ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ തലവന്മാരെ വിളിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിളാണ്. ഇന്നലെ ട്രംപ് മറ്റൊരു തിട്ടൂരം കൂടി ഇറക്കിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇനി റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങരുത്, റഷ്യൻ എണ്ണ ഉപയോഗിക്കരുത്. 1.1 ബില്യൺ ആണ് നിലവിൽ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും റഷ്യയുമായുള്ള എണ്ണ കച്ചവടത്തിന്റെ ഒരു അളവ് എന്ന് പറയുന്നത്. നിങ്ങളത് വാങ്ങരുത്. ഒപ്പം തന്നെ ട്രംപ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ചൈനയും സാമ്പത്തികമായി സമ്മർദ്ദത്തിലാഴ്ത്തണം. അതായത് ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും മറ്റും താരിഫ് ഉയർത്തണം എന്നാണ് ട്രംപ് പറഞ്ഞു വച്ചതിന്റെ കാര്യം. ഇതിന്റെ അപകടം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ട്രംപിന് ഇത് അവിടെ ഇരുന്ന് പറയാൻ കഴിയും. ഇതൊക്കെ പറഞ്ഞിട്ട് ട്രംപിന് തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട്, ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് തന്നെ ഉണ്ടാകുന്ന ക്രൈസിസ്, വലിയ സമ്പന്ന രാജ്യമാണ്, വലിയ രാജ്യമാണ്, സൈനിക ശക്തിയുള്ള രാജ്യമാണെന്നൊക്കെ പറയുമ്പോഴും അമേരിക്ക തന്നെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്ക് തന്നെ അറിയാം. അപ്പോഴാണ് ഈ കുഞ്ഞു ചെറിയ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരൊക്കെ പലപ്പോഴും ഈ ഇറക്കുമതിയൊക്കെ ആശ്രയിച്ച് തന്നെയാണ് അവരുടെ പല കാര്യങ്ങളും മുൻപോട്ട് പോകുന്നത്. അവിടെയൊക്കെ അവരൊരു താരിഫ് ചുമത്തി വലിയ ഒരു യുദ്ധത്തിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെട്ടാൻ, അല്ലെങ്കിൽ വലിയൊരു എതിർപ്പിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടാൻ അവരാർക്കും ഇപ്പൊ മാനസികമായി അവർ തയ്യാറാകുന്നു. മുമ്പ് ഞാൻ ഇവിടെ ചർച്ചയിൽ പറഞ്ഞു, ചെക്കോസ്ലോവാക്യ അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യക്ക് ഉപരോധം പ്രഖ്യാപിക്കുന്നതിന് അവർക്ക് താല്പര്യമില്ല. യൂറോപ്യൻ കൺട്രീസിലെ പല രാജ്യങ്ങൾക്കും അത് താല്പര്യമില്ല. അവർക്കിപ്പോൾ താല്പര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും ഇതൊന്ന് സമാധാനത്തിൽ പോയാൽ പഴയതുപോലെ ട്രേഡിങ് മുമ്പോട്ട് പോകേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരുടെ ഈ എണ്ണ കൂടി മുട്ടും.
കാരണം ഇവർക്കത് വലിയ എക്സ്പെൻസീവ് ആയിട്ട് മാറും. എണ്ണ ഒരു വലിയ ചെലവ് കൂടിയ ഒരു ഐറ്റമായിട്ട് വരും. അതൊക്കെ പല രാജ്യങ്ങൾക്കും താങ്ങാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളും നരേന്ദ്രമോദിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ പണ്ട് മുതലേ എല്ലാവരും പറയുന്നതിന്റെ കാര്യമുണ്ട്, ഇന്ത്യ ഇല്ലാതെ ഇനി മുമ്പോട്ട് ലോകക്രമത്തിന് ചലിക്കാൻ കഴിയില്ല. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, വിശ്വാസ്യത എന്നുള്ള പറയുന്ന ഒരു ലീഡർ അത് നരേന്ദ്രമോദിയാണ് ഇന്ന് ലോകത്ത് തന്നെ. പുട്ടിനെ സംബന്ധിച്ച് അതില്ല. പുട്ടിൻ മിടുക്കനാണ്, ശക്തനാണ്, പക്ഷെ ഈ വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഷീ ജിൻപിങ്ങിനെ കുറിച്ച് പണ്ടേ ഇല്ല. അപ്പൊ ട്രംപിനെ കുറിച്ചില്ല, ഇന്ന് രാവിലെ പറയുന്നല്ല, പുള്ളി വൈകിട്ട് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇതിന്റെ ഈ പൂച്ചയ്ക്കാന് മണി കിട്ടും എന്ന് പറയുന്നതൊക്കെ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരാൾ രംഗത്തിറങ്ങണം. ആ രംഗത്തിറങ്ങുന്ന ആൾക്ക് ഒരു വിശ്വാസ്യത വേണം, അയാൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാകും. അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി നരേന്ദ്രമോദിക്കുണ്ട്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായിട്ട് ലോകത്തെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കന്മാരിൽ ഒരാളായിട്ട് നരേന്ദ്രമോദി നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ലോക നേതാക്കൾ അദ്ദേഹത്തെ കാണുന്നതും വിളിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പൊ ആ റോളിലേക്ക് എത്തിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അവർക്കറിയാം അവരും കൂടെ പോവുകയാണ് ഒരു വലിയ അപകടത്തിലേക്ക്. കാരണം പുട്ടിൻ അങ്ങനെ ഇങ്ങനെയൊന്നും യുദ്ധം നിർത്തില്ല. കാരണം പുട്ടിൻ ഒരു ഡിമാൻഡ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡാണ് കുറഞ്ഞപക്ഷം സെലൻസ്കി റഷ്യയിലെങ്കിലും മീറ്റിങ്ങിന് വരണം എന്നുള്ള ഒരു ഡിമാൻഡാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല സെലൻസ്കി പോകുമെന്ന്. കാരണം സെലൻസ്കി അങ്ങനെ ഒരു അപകടം മണക്കുന്നുണ്ട്. കാരണം സാധാരണ ഒരാളുടെ അടുത്ത് പോകുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിലേക്ക് ഒരാൾ ചർച്ചയ്ക്ക് വരുന്ന കണക്കല്ല ഈ പുട്ടിന്റെ ഒക്കെ മടയിലേക്ക് പോയി ചർച്ച ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ അവിടെ ചെല്ലുന്ന സെലൻസ്കിയെ പിടിച്ച് അകത്തിടാനോ ഇല്ലെങ്കിൽ അവിടെ ഇട്ട് കൊല്ലാനോ ഒക്കെ സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം സെലൻസ്കി പറയുന്നത്. അപ്പം ഏതായാലും ട്രംപിന്റെ കയ്യിലേക്ക് നിൽക്കുന്നില്ല. ട്രംപിന്റെ കുറെ ഗീർവാണങ്ങൾ മാത്രമാണ് മുഴങ്ങുന്നത്. പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ഓഫീസിന്റെ പേര് മാറ്റിയിരുന്നു പെന്റഗണിൽ. അതായത് യുദ്ധ വകുപ്പ് എന്ന ഒരു വകുപ്പിന് ആ പേരും നൽകിയിരുന്നു. ഇനി യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ അമേരിക്ക അങ്ങനെ ഒരു കടുങ്കൈക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള സാധ്യതകളും ഒട്ടും തന്നെ ഇല്ല. ഏതായാലും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒരു അവസാന പരിശ്രമം എന്ന നിലയിലാണ് നരേന്ദ്രമോദി ബന്ധപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത്. പക്ഷെ അതിനുള്ള സാധ്യതകൾ ഒട്ടുമില്ല. കാരണം ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ഇപ്പൊ പറഞ്ഞു, 2 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യം, ഞങ്ങളിപ്പോൾ ഈ ഉക്രൈൻ സംരക്ഷണം നൽകുന്ന ഒരു അമേരിക്കൻ കവചത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് വേണമല്ലോ യൂറോപ്യൻ യൂണിയന്റെ, അത് കൊടുക്കാനാണ്. ഇതൊരിക്കലും പുട്ടിൻ അംഗീകരിക്കത്തില്ല എന്നുള്ള കാര്യം പണ്ടേ പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടായിരുന്നല്ലോ യുദ്ധം തുടങ്ങിയത്. അപ്പോ ഇത് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യുദ്ധം ഒരിക്കലും തീരുന്നില്ല. പിന്നെ ഇനി എന്താണ് അടുത്തത് എന്നുള്ളതാണ്. കാരണം പുട്ടിന്റെ ഒക്കെ ഇത് വെച്ചിട്ട് സാമ്പത്തികമായി ഇപ്പം തകർന്നു എന്ന് പറഞ്ഞാലും ആയുധങ്ങൾക്കൊന്നും ഒട്ടും കുറവ് വരുന്നില്ല. മറുവശത്ത് ചൈന, ഒപ്പം തന്നെ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ നിൽക്കുന്നു. എന്തായാലും ഇന്ത്യ പ്രത്യക്ഷത്തിലേക്ക് ഒരു യുദ്ധത്തിന് ഇവരുടെ കൂടെ ഇറങ്ങിത്തിരിക്കും എന്നാരും കരുതുന്നില്ല. ഇതുവരെ ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നില്ല. പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ 3 രാജ്യങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്: റഷ്യ, ചൈന, ഉത്തര കൊറിയ. കാരണം ഈ 3 പേരും അതിമാരകമായ ആയുധങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഇവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാനും കഴിയില്ല. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യുന്നവരല്ല. ചെയ്യുമ്പോൾ നമ്മൾ തീർത്ത് ചെയ്യും, എങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്യുന്നവരല്ല. അതുകൊണ്ട് അത് ഭയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തര കൊറിയയിലെ കിം ജോങ് ഉന്നൊക്കെ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പം ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുക. കാരണം അവരൊരു വലിയ ട്രാപ്പിലേക്ക് പെട്ടിരിക്കുക. കാരണം ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തണം എന്നുള്ളത്. കാരണം അവരത് നിർത്തി കഴിഞ്ഞാൽ വലിയ പ്രയാസകരമായ കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചൈനയുമായിട്ട് താരിഫുകളൊക്കെ ഉയർത്തണം. നിങ്ങൾ ചൈനയുമായിട്ട് സാമ്പത്തിക പ്രഷർ ചൈനയ്ക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതും കൂടെ വന്നു കഴിയുമ്പോൾ അവര് യഥാർത്ഥത്തിൽ അവരെ കൂടെ പെടുത്തുകയാണ്. എന്തായാലും ഞാൻ പെട്ടു, ഇനി നീയും പെടും എന്ന് പറയുന്നത് പോലെ ആ ഒരു രീതിയിലേക്ക് ഈ രാജ്യം, ഇത് ഞാൻ മുമ്പും പറഞ്ഞിരുന്ന കാര്യമാണ്, ഇങ്ങനെ ഇതെല്ലാം കൂടെ എടുത്തു വെക്കും. ഇതിന് സമാനമായിട്ടായിരിക്കും പുട്ടിൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന് 2 മിസൈല് വിട്ടുകൊണ്ട് അവരെ മുഴുവൻ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിടും. അതായത് പുട്ടിന് ജയിക്കാനോ അല്ലെങ്കിൽ പുട്ടിന് ഈ സാമ്രാജ്യം പണിയാനോ ഒന്നുമല്ല, ഇവര് മൊത്തത്തിൽ കിടന്ന് കലങ്ങട്ടെ, എല്ലാവർക്കും സാമ്പത്തിക ക്രൈസിസും കാര്യങ്ങളും വരട്ടെ എന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള ഒരു ഒരുക്കത്തിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. ഇതുവരെ ഒരു സമാധാനത്തിന്റെ നീക്കം ഒന്നും നടക്കുന്നില്ല. ട്രംപിലുള്ള വിശ്വാസം അവരുടെ സഖ്യകക്ഷികളായ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള പരസ്യമായ ഒരു സൂചന തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത്. രഹസ്യമായിരുന്നു, ഇപ്പൊ അത് പരസ്യമായിട്ട് തന്നെ അവർ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങേരം കൊണ്ട് പോയാൽ കാര്യം നടക്കില്ല, യുദ്ധം തീരത്തില്ലെന്ന് മാത്രമല്ല, ഇതിന്റെ പിന്നാലെ എത്ര യുദ്ധം ഉണ്ടാകുമെന്നും ഉറപ്പില്ല.